ചെറിയ പനി വരുമ്പോഴേക്കും ഉടൻ തന്നെ ആന്റിബയോട്ടിക് എടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ കേട്ടോളൂ, പനി ഒരു രോഗമേ അല്ല. അത് ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു അണുബാധയോ അല്ലെങ്കിൽ വീക്കമോ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം സ്വയം ടെമ്പറേച്ചർ കൂടുന്നതാണ് പനി. ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ നിങ്ങളുടെ പ്രതിരോധ കോശങ്ങൾ കൂടുതൽ വേഗത്തിലും ശക്തിയിലും പ്രവർത്തിക്കും. നമ്മുടെ നാട്ടിലെ പലരുടെയും തെറ്റിദ്ധാരണയാണ് പനി വന്നാൽ ഉടൻ മരുന്ന് കഴിച്ച് കുറയ്ക്കണമെന്നത്. എന്നാൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള പനിക്ക് എപ്പോഴും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ചെറിയ പനി ഉടൻ കുറയ്ക്കുന്നത് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഇനി എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? 103 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലുള്ള കടുത്ത പനി, 4 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന പനി, പനിയോടെ കൂടെ അതിശക്തമായ തലവേദന, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഛർദി പോലുള്ള മറ്റു ഗുരുതര ലക്ഷണങ്ങൾ പനിയോടൊപ്പം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫീവർ അല്ല, അതൊരു റെഡ് ഫ്ലാഗ് സൈൻ ആവാം. അപ്പോൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സഹായം തേടുക. ഇനി ഒരു ചെറിയ പനി വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ശരീരം നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക. അതിനായി ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സൂപ്പ് എന്നിവ കുടിക്കുക. ഒപ്പം ദഹനം എളുപ്പമാവുന്ന ലളിതവും പോഷക അടങ്ങിയ ഭക്ഷണവും കഴിക്കുക. നല്ല വിശ്രമം എടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇതുപോലുള്ള ചെറിയ പനികൾ നിങ്ങൾക്ക് വന്നാൽ ആന്റിബയോട്ടിക് അല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒന്ന് കമന്റ് ചെയ്തോളൂ.